യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. എന്തായിരുന്നു അതെ. സംഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം എന്താണെന്നൊന്ന് പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒട്ടി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാളത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു, കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ പുറകിൽ ഞാനാ ഉണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങൾ ആ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ്, ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ആ ബസ് ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ? ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവുക. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ നിങ്ങളൊരു 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് ആ തൊട്ട് മുന്നിലുള്ള യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ ഈ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല.